ഇതിലേക്ക് തക്കാളിയും 2 തക്കാളി 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നുള്ളു മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മീനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വറക്കാനും കൂടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ മുൻകൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് മസാലയിൽ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നിറച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടിയും ഉപ്പെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളി നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പുളി, അതുപോലെ ഉപ്പ്, പുളി നമുക്ക് കുറച്ച് ചേർത്താൽ മതി. 2 തക്കാളി ഇട്ടത് കൊണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.